എത്ര ലോങ് ആണെങ്കിലും ഞാൻ കിടന്നുറങ്ങും. പിന്നെ അതല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പേഴ്സണൽ ഡയറി എഴുതുന്ന ആളാണ്. അത് ഞാൻ പല രീതിയിൽ ഡയറി എഴുതാറുണ്ട്, ജേർണലിംഗ് പോലൊക്കെ. അപ്പൊ അതൊക്കെയാണ് ഞാൻ എന്റെ ഫ്രീ ടൈമിൽ ചെയ്യാറ്. അതിൽ തന്നെ കൂടുതൽ സമയം ഉറക്കാണ്. കൂടുതൽ സമയം വായിക്കാനാണ് ഇഷ്ടം. റിസർച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സമയം വായനയിൽ സ്പെൻഡ് ചെയ്യണമെന്ന് ഫ്രീ ടൈം കിട്ടുമ്പോൾ എനിക്ക് മ്യൂസിക്കിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് പുതിയ സോങ്സ് ഒക്കെ കേൾക്കും. ചിലപ്പോൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ഉറങ്ങാൻ ഇഷ്ടമാണ്, ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഫ്രീ ടൈമിൽ കിട്ടിയാൽ ഉറങ്ങാൻ ഇഷ്ടമാണ്, ഉറങ്ങാറുണ്ട്. പിന്നെ അതേപോലെ ഈ ഡോക്യുമെന്ററീസ് കാണാൻ ഇഷ്ടമാണ്. ഹിസ്റ്റോറിക്കൽ സംഭവങ്ങൾ വീഡിയോസൊക്കെ യൂട്യൂബിലും റീൽസൊക്കെ കാണാൻ ചെയ്യും. പുസ്തകം വായിക്കും, വായിക്കുന്നതാണ്. പിന്നെ പത്രം വായിക്കും. അമ്മ നന്നായിട്ട് GK ഒക്കെ ട്രൈ ചെയ്യുന്നതാണ്. അങ്ങനെ ക്വിസ് അങ്ങനെയുള്ള വീഡിയോ ഒക്കെ കാണും. ഞാൻ ഇതിലൊരു പങ്കാളിയായിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഇതിൽ പൂർണ്ണ തൃപ്തിയൊന്നുമില്ല. അവരുടെ തൊഴിലിനെ മാനിക്കുക, അവരുടെ അധ്വാനത്തെയും അവരുടെ മൂല്യവത്തായിട്ട് എല്ലാ കാര്യങ്ങളും ബഹുമാനിക്കാൻ നടക്കുന്നത്. അതായത് നമ്മൾ സ്വയം തന്നെ ഒരു ന്യായീകരണത്തിന് വേണ്ടി എന്തായാലും ഉദ്ഘാടനം ആശംസിക്കുക. ചോദ്യം വളരെ പ്രസക്തമാണെങ്കിലും വളരെ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്നില്ല. മറ്റൊരു പൊതുവായ ചർച്ചയിലേക്ക് നമുക്ക് എളുപ്പമാണ്. കുക്ക് ചെയ്യും. പിന്നെ പറഞ്ഞാൽ അമ്മ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അതിൻ്റെതായ തിരക്കുണ്ടാവും. എന്നാലും ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ കുക്ക് ചെയ്യുക, പിന്നെ പെങ്ങളുട്ടിൻ്റെ ഒപ്പം കളിക്കുക, സീരിയൽ കാണുക, ഇതൊക്കെയാണ് മെയിനായിട്ട്. അതിനേക്കാൾ കൂടുതൽ ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അതിൽ മാത്രം ഇൻവോൾവ് ചെയ്ത് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ്. കാരണം സ്കൂളില് കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. സ്കൂൾ ഹൈസ്കൂൾ സ്ഥാപനങ്ങളാവുമ്പോൾ ഒരു രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 5 മണി വരെ അവിടെ എൻഗേജ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡബിൾ എൻജിൻ വർക്കാണ് ചെയ്തതെന്നാണ് തോന്നുന്നത്. ഫ്രീ ടൈമില് താത്ത എന്താ ചെയ്യാന്ന് വെച്ചാല് ബുക്ക് വായിക്കാനുള്ളതാണ് താത്ത ചെയ്യാറ്. പിന്നെ വീട്ടിലെ മെയിൻ പണികളൊക്കെ എടുക്കുന്നത് ഉമ്മ ആയതുകൊണ്ട് കൂടുതൽ അങ്ങനെ ഫ്രീ ആവാറില്ല. ഫ്രീ ആവുന്ന സമയമാണെങ്കിൽ ഉമ്മ കിടന്നുറങ്ങാറാണുള്ളത് ക്ഷീണം കൊണ്ട്. പിന്നെ കുട്ടി ഉണ്ടായതുകൊണ്ട് കുട്ടികളുണ്ട്. അവർക്കൊരു ഹാപ്പിനെസ് നൽകുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായിട്ട് ഉദ്ദേശം. അത് തന്നെയാണ്. ഞങ്ങൾ ഒന്നിച്ച് പോയി ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോവുക, ആ ബന്ധുക്കളുമായിട്ടുള്ള ഒരു എന്താ പറയുക ബന്ധം നിലനിർത്തുക. അങ്ങനെ എന്താ പറയുക ആ സ്ട്രെസ്, ആ ജോലിയിലുള്ള സ്ട്രെസ് ലഘൂകരിക്കാൻ വേണ്ടി പരമാവധി ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അവൾ കുറച്ച് ഹാപ്പി തന്നെയാണ്, വേറെ പ്രയാസമൊന്നുമില്ല. പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്, സിനിമയ്ക്ക് പോകാൻ ഇഷ്ടമാണ്, വീട്ടിലെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുക, എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവരും കൂടെ പുറത്തു പോവുക, വായിക്കാം. അതൊരു കഷ്ണം പേപ്പർ കിട്ടിയാലും നമ്മൾ ഇരുന്ന് വായിക്കും. ഇനിയിപ്പോൾ ഇവിടെ ആയാലും ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ കുട്ടികൾ വയ്ക്കുന്ന പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ മലയാളമാണെങ്കിൽ വായിക്കും. ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്ന ഒരു ബുക്ക് എഴുതുക എന്നുള്ളതാണ്. കുറേ കാര്യങ്ങളുണ്ട് മനസ്സിൽ എഴുതാൻ. എനിക്ക് ഇതുവരെ എഴുതാനുള്ളൊരു അവിടെ ഇവിടെയും സ്ക്രിബിൾ ഡൗൺ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു ബുക്ക് ഫോർമാറ്റിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ. ഇവിടെ നിന്നാണെങ്കിൽ വല്ലാതെ ഒഴിവ് സമയമൊന്നും ഉണ്ടാവില്ല. ഉള്ള സമയം ഞങ്ങൾ കുറച്ച് സംസാരിക്കും. പിന്നെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ കൂടുതലായിട്ട് ടൈലറിങ്ങിൻ്റെ ഇതാണ്, അത് ചെയ്യും. പിന്നെ ബുക്കുകളൊക്കെ വായിക്കും. അധികം പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിവ് സമയങ്ങളിൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചു നേരം ഫ്രീ ആയിട്ടിരിക്കും. റൂട്ടീനായിട്ടുള്ള ലൈഫിൽ നിന്ന് മാറിയിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് ഐ ട്രാവൽ, ഐ റീഡ്, ഐ വാച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്. പിന്നെ ഇതല്ലാതെ എക്സോട്ടിക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതിന് സമയം വരുമ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബട്ട് ഐ വിഷ് ഓൾ ദ വിമൻ വാട്ട് എവർ ദേ വോണ്ട് that they have to achieve in this lifespan. നമ്മുടെ കുറഞ്ഞ സമയത്ത് കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.